സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാനൊരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. നമ്മുടെ വിച്ചൂട്ടൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നുമല്ല. ഒരു ഈവനിങ് നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ് ചെയ്യുന്നു, ഫാമിലി ആയിട്ട് ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, രാവിലെ മുതൽ ഇന്നത്തെ ദിവസങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. ഒന്നും പറയണത്, രാവിലെ കുറച്ചധികം ടെൻഷൻ പിടിച്ചൊരു കാര്യം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ബർത്ത്ഡേക്ക് കേക്കെല്ലാം നേരത്തെ കൂട്ടി പറഞ്ഞ് സെറ്റ് ചെയ്ത്, തീം കേക്ക് ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പറഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാ. പക്ഷെ ഫൈനൽ ഈ ഒരു ലാസ്റ്റ് നിമിഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറയാറില്ലേ, അതേപോലെ ഇന്ന് രാവിലെ വിളിച്ചിട്ട് അവർ പറഞ്ഞു സോറി, അവിടെ കറണ്ട് ഇല്ല, മരം വീണിട്ട് കറണ്ട് ഇല്ല, അവർക്ക് ഒരു നിവർത്തിയില്ല ചെയ്യാൻ. അവർക്ക് അറിയാവുന്ന 2-3 പേരോട് കേക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. പിന്നെ ലാസ്റ്റ് നിമിഷമൊക്കെ പറയുമ്പോൾ ആരും ഏറ്റെടുക്കില്ലല്ലോ. രാവിലെ വിളിച്ചിട്ട് അവരെന്നോട് പറയാണ് വെരി സോറി, ഞങ്ങൾക്ക് ഇന്ന് കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ഔട്ട് ആയി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഒന്നാമത് അത്ര എക്സ്പെക്ട് ചെയ്ത് നമ്മൾ കൊടുത്ത ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു കേക്ക് നമുക്ക് ഫൈനൽ ലാസ്റ്റ് നിമിഷം അത് ക്യാൻസൽ ആയി പോകുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം ടെൻഷൻ ഉണ്ടാവുന്നു. ഞാൻ ഇന്ന് രാവിലെ ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു. ഇനിയിപ്പോൾ ആരെ ഏൽപ്പിക്കും, ആരെ ഏറ്റെടുക്കും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് വേഗം പോയി ഗൂഗിളിൽ ചെക്ക് ചെയ്തു. തൊട്ടടുത്തുള്ള ഒരു ബേക്കറി ഷോപ്പിൽ പോയി ചോദിച്ചു, പ്ലീസ് ഒന്ന് എമർജൻസിയാണ്, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ആദീസ് ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു പൂത്തോളിലൊരു ഒരു സ്ഥലമുണ്ട്. അവിടെ ആ ചേച്ചിയാണ്. ആ ചേച്ചി പറഞ്ഞു ഓക്കെ ചെയ്തു തരാൻ, കുഴപ്പമില്ല, പക്ഷെ ലേറ്റ് ആവും വരാൻ. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആവും. ഞാൻ പറഞ്ഞു എത്ര സമയമായാലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് ചെയ്തു തരുമോ, നമ്മൾ അത്ര ഒരു എമർജൻസി ഒരു കാര്യമായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ ഫൈനലായിട്ട് ആ ലാസ്റ്റ് നിമിഷം ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊന്ന് സെറ്റ് ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ഹറിബറിയിലേ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ചു പോയി. അപ്പോൾ രാവിലെ അങ്ങനെ ഒരു കുറച്ച് ടെൻഷനിൽ അങ്ങനെ പോയി. അതുകൊണ്ട് രാവിലെ ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ഉച്ചയോടടുത്തു സമയം. ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് സ്പെഷ്യലാണ്, ബിരിയാണിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കാം വിചാരിച്ചു. പിന്നെ ഈവനിങ് കുറച്ച് കഴിഞ്ഞാലാണ് ഡെക്കറേഷൻ പരിപാടിയിലേക്കൊക്കെ കിടക്കുക. അപ്പോൾ അതൊക്കെ കാണിച്ച് ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്ളോഗ്. സൗണ്ട് കേൾക്കാറുണ്ടോ അറിയില്ല, പുറത്തൊക്കെ നല്ല മഴ, എവിടെ നിന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലായിടും ഭയങ്കര സൗണ്ടും, വിച്ചൂട്ടൻ്റെ സൗണ്ടും. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇല്ല അവിടെ. അപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ദയവ് ചെയ്ത് ക്ഷമിക്കാം. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽസിലേക്കൊക്കെ കിടക്കാം. ഇഷ്ടായോ വെച്ചിട്ട് യമ്മി പറയൂ, യമ്മി പറയൂ. ചീക്കുട്ടനോ? വിച്ചുട്ടന്റെ അമ്മാവൻ.
പരിപാടി? മസാല ദോശ. മസാല ദോശ. മസാല ദോശ വേണോ? ബിരിയാണി വേണോ? എന്തൊക്കെയല്ല മെനു പറയൂ? ബിരിയാണി, മസാല ദോശ, ചപ്പാത്തി, വെജിറ്റബിൾ കറി എല്ലാം ഉണ്ടല്ലേ? ചട്ടണി, ഉള്ളി ചമ്മന്തി. ഓ അടിപൊളി. ഇനി എന്ത് വേണം? ഐസ്ക്രീം. അപ്പം ഇന്നത്തെ ബർത്ത്ഡേയുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞു. ആകെ സൈലൻസ് ആയി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് ചലഞ്ചസ് ഈ ഒരു ദിവസം ഞങ്ങൾ ഫേസ് ചെയ്തു. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയേണ്ട ഒരു കേക്കിൻ്റെ കാര്യം. പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് ചലഞ്ചസ് വന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇതുവരെ ഫേസ് ചെയ്യാത്ത കുറേ പ്രോബ്ലംസാണ് ആ ആപ്പിലൂടെ എനിക്കുണ്ടായി. അങ്ങനെ കുറേ ചലഞ്ചസ്, കുറേ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഡേയുടെ എൻഡിങ് പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നു. എന്താ പറയുക, ഒരുപാട് മെമ്മറീസും ഒക്കെ ആയിട്ട് കുറച്ച് പേരേ ഉള്ളൂ എങ്കിലും നമ്മൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കൂടി. അതുപോലെ ഡെക്കറേഷൻസും എല്ലാവരുടെ ആ ഒരു സപ്പോർട്ടും എല്ലാവരുടെ ആ ഒരു ഹെൽപ്പും കൊണ്ടാണ് നമുക്ക് ഇത്ര അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റി. ഇതിപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൊഴിഞ്ഞു വീണു, കുറേ ബലൂണുകളൊക്കെ പൊട്ടി. ഇതിപ്പോൾ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം, അപ്പോൾ മനസ്സിലാവും. ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ മേടിക്കുമ്പോൾ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അടിപൊളിയായി. അതിലും ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിച്ചൂട്ടൻ്റെ ഈ സെക്കൻഡ് ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.